തിരുവനന്തപുരത്ത് CPIM പ്രവർത്തകൻ ഷാജഹാനെ ലഹരി മാഫിയ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. മൃതദേഹവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയി ആവശ്യപ്പെട്ടു. വരുമ്പോഴും കമന്ന് കിടക്കുന്ന സഹോദരൻ ആദ്യം ഞങ്ങൾ കാണുന്നില്ല. ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഒടുക്കം വന്ന് നോക്കുമ്പോഴാണ് ഇവിടെയാണ് മാമ കിടക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോള് പറയുന്നു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ എൻ്റെ ഓടപ്പുറത്തും പറയണം അവർ എന്നെ അടിച്ച് ആരെന്നൊന്നും നമുക്കറിയില്ല. 4 പേരോ 5 പേരോ ഉണ്ടെന്ന് പറയുന്ന സഹോദരൻ ആരാണെന്നൊന്നും നമുക്കറിയില്ല. പരസ്യ മദ്യപാനവും ലഹരി ഉപയോഗവും തടയാൻ ശ്രമിച്ച CPIM പ്രവർത്തകൻ എസ് ഷാജഹാനെ ചൊവ്വാഴ്ചയാണ് ലഹരി മാഫിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPIM വെട്ടൂർ പെരുമം ബ്രാഞ്ചംഗവും മത്സ്യത്തൊഴിലാളിയുമായ ഷാജഹാനെ 5 അംഗ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. വെട്ടൂർ സ്വദേശികളായ ജാസിം, ഹായിസ്, നൂഹ്, സെയ്ദലി, ആഷിർ എന്നിവരാണ് പ്രതികൾ. പള്ളിയുടെ പരിസരത്ത് ഷെഡ് കെട്ടി മദ്യപാനം നടത്തിയ പ്രതികളെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. പരാതിയെ തുടർന്ന് വർക്കല പോലീസ് എത്തിയതോടെ സംഘം ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ ഷെഡ് അഴിച്ചുമാറ്റി. 2 ബൈക്കുകളും ലഹരി വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. ഇതിനുശേഷം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ബന്ധുവായ റഹ്മാന്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയായിരുന്നു ഷാജഹാനെ ആക്രമിച്ചത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തി. തുടർന്ന് വടിവാളും ഇരുമ്പ് കമ്പിയുമായി 2 പേരെയും മാരകമായി ആക്രമിച്ചു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ഷാജഹാനെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. ഷാജഹാന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ വർക്കല പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് MLA ആവശ്യപ്പെട്ടു. മാഫിയ സംഘത്തിന്റെ രാഷ്ട്രീയ ബന്ധം പോലീസ് അന്വേഷിക്കണമെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.